അതേ, നമ്മളെ സൈക്കിൾ വർക്ക്ഷോപ്പ് തൽക്കാലം എൻ്റെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. റീലൊക്കേറ്റ് ചെയ്തു. കടയിൽ എന്തായാലും സൈക്കിളൊന്നും സ്റ്റോക്കും ഇല്ല, പിന്നെ അവിടെ പ്രോപ്പർ സർവീസ് ചെയ്യാനുള്ളൊരു സൗകര്യമില്ല. അപ്പോൾ എനിക്ക് തോന്നി വീട്ടിലേക്ക് റീലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ കൊറോണ ടൈമും അല്ലേ, അപ്പം നമ്മളെ സൗകര്യത്തിനനുസരിച്ച് പണിയെടുക്കാൻ ഇതാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ബൈക്ക് കിട്ടിയിട്ടുണ്ട്. ബൈക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം കുഴിമാടത്തിലേക്ക് എടുക്കാൻ പറ്റിയൊരു കോലത്തിലുള്ള വണ്ടിയാണ്. കണ്ടു കഴിഞ്ഞാൽ ആക്രി കടയിൽ കൊടുക്കാനേ പറ്റുള്ളൂ എന്ന് തോന്നുമെങ്കിലും സംഭവം അലൂമിനിയം ഫ്രെയിമാണ്. ട്രെനിക്സിൻ്റെ ബൈക്കാണ്. അപ്പം അലൂമിനിയം ഫ്രെയിം നമുക്കറിയാം എത്ര കാലം കഴിഞ്ഞാലും ഉപയോഗശൂന്യമാവില്ല. അതിൻ്റെ ഫ്രെയിം തുരുമ്പോ തേയ്മാനങ്ങളൊന്നും വരില്ല. അപ്പം നമുക്ക് ആ ബൈക്കൊന്ന് റീസ്റ്റോർ ചെയ്ത് നോക്കാം, വർക്കിംഗ് കണ്ടീഷൻ ആവുമോ എന്നുള്ളത് നോക്കാം. അപ്പോൾ വണ്ടിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. ഇതിപ്പോൾ വർഷങ്ങളായിട്ട് വെയിലും മഴയൊക്കെ കൊണ്ട് കിടക്കുന്നൊരു ബൈക്കാണ്. ഇതിൻ്റെ ബോട്ടം ബ്രാക്കറ്റ്, ഹബ്ബ്, അതേപോലെ ഹെഡ്സെറ്റ്, ഇത്തരം സംഗതികളൊക്കെ ഡിഗ്രീസായി പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മൊത്തം ഇതയച്ച് ഡിഗ്രീസ് ആയതൊക്കെ വീണ്ടും ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്ത് മൊത്തം ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ഒരു പുതിയ വണ്ടിയാക്കാൻ പോകണം. അതിൻ്റെ കൂടെ നമുക്ക് ബ്രേക്ക് പാഡ്, ഗിയർ കേബിള്, ബ്രേക്ക് കേബിള് ഒക്കെ മാറ്റേണ്ടി വരും. ട്യൂബ്, ടയർ ഒക്കെ നാശമായി കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്തൊരു പുതിയ വണ്ടിയാക്കാൻ പറ്റുമെന്നുള്ളത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബൈക്ക് എടുത്ത് കൊണ്ടുവരാം. അവിടെ ഇരുന്നാ പോയിട്ട് അവിടെ ഇരുന്ന അതൊക്കെ ഇട്ട് നടന്നാ വീണോ ഇട്ടോ. ഇതുണ്ടോ, ബോട്ടം റാക്കിൻ്റെ മുകളിൽ ഫുള്ള് ചളിയും വെള്ളമാണ്. ഇതൊക്കെ ഡിഗ്രീസ് ആയി പോയിട്ടുണ്ട്. ഇനി സൈക്കിളിൻ്റെ ബോട്ടം റാക്കിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതൊരു വാട്ടർ പ്രൂഫ് ഗ്രീസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാട്രോളിൻ്റെ ലൂബ് ഉപയോഗിച്ചിട്ടാണ് ബോട്ടം റാക്കറ്റൊക്കെ നമ്മൾ ഗ്രീസ് ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ ഗ്രീസ് ചെയ്യുമ്പോൾ പിന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾ മഴയത്തൊക്കെ സൈക്കിൾ ഇട്ടേക്കുമ്പോൾ വീണ്ടും ഡിഗ്രീസ് ആയി പോകാനുള്ള സാധ്യത കുറയും. ഇതൊക്കെ ശരിക്കും നമ്മൾ ഡീസൽ വാഷ് ചെയ്യണം, എന്നാലേ ക്ലിയർ ആവുള്ളൂ. ഉള്ളിലൊക്കെ റസ്റ്റ് കയറി പോയിട്ടുണ്ട്.
റെഡിയാണ്, ഏകദേശം സെറ്റാണ്. അപ്പോൾ നമ്മളെ വണ്ടി റെഡി ആയിട്ടോ, അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് പോവാം. ഓക്കെ, തൽക്കാലം ഒരു വാട്സപ്പ് ലിങ്ക് വെച്ചതാണ്. പിന്നെ അതൊരു വെബ്സൈറ്റിലേക്ക് കാലക്രമേണ മാറ്റാനൊക്കെയാണ് ഞങ്ങളുടെ പദ്ധതി. അപ്പം ഫുൾ സർവീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൈക്കിള് നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് ബുക്ക് ചെയ്യാം. കാലിക്കറ്റ്, എൻ്റെ വീട് ശരിക്കും കാലിക്കറ്റ് എന്നൊരു 20 കിലോമീറ്റർ ദൂരെയാണ്. അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് സിറ്റിയിൽ നമ്മൾ പിക്കപ്പ് പോയിൻറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട് സിറ്റിയിൽ നിന്ന് ആണ് സർവീസിന് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരു പിക്കിംഗ് പോയിൻ്റ് തരും. നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് സൈക്കിൾ കൊടുത്താൽ മതി. നമ്മൾ സൈക്കിൾ എടുത്തിട്ട് വർക്ക്ഷോപ്പിലേക്ക് എത്തിക്കും. അങ്ങനെയൊക്കെയാണ് പ്ലാന്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഓഫ് റോഡാട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് റോഡ് ബൈക്കിൻ്റെ എൻക്വയറി നടത്തിയപ്പോൾ കോഴിക്കോട് ഒരു അന്നത്തെ വലിയൊരു ഷോറൂമിലായിരുന്നു എൻക്വയറി നടത്തിയിരുന്നത്. അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അയ്യോ ഇങ്ങനത്തെ റോഡ് ബൈക്കൊന്നും നമ്മളെ റോഡിൽ ഓടിക്കാൻ പറ്റില്ല, അതൊക്കെ ട്രാക്കിൽ ഓടിക്കുന്നതാണ്, ഇത്തരം മെലിഞ്ഞ ടയറുള്ള സൈക്കിളുകളൊന്നും നമ്മളെ റോഡിന് ഓടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അതായത് സംഗതി ഭയങ്കര ബ്ലണ്ടറാണ്. റോഡ് ബൈക്ക് നമുക്ക് ഏത് റോഡിൽ ഓടിക്കാം.
പക്ഷേ കംഫർട്ട് ഉണ്ടാവില്ല എന്നുള്ളൂ. നല്ല റബ്ബറൈസ്ഡ് റോഡാണെങ്കിൽ നല്ല കംഫർട്ടായിട്ട് ഓടിക്കാൻ പറ്റും. മോശം റോഡിന് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഇരിക്കാനൊക്കെ. അല്ലേ, നമ്മളിപ്പോൾ എൻ്റെ MTBയിൽ റൈഡ് ചെയ്യണ സ്ഥലത്ത് കൂടെയാണ് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ഇത് ട്രെഡിക്സിൻ്റെ ടെമ്പോ 3.0 പറഞ്ഞ മോഡലാണ് കേട്ടോ. ഏകദേശം 2-3 കൊല്ലമായിട്ട് മഴയും വെയിലൊക്കെ കൊണ്ട് കിടക്കുകയായിരുന്നു. പിന്നെ ഇതൊരു അലൂമിനിയം സൈക്കിളും കൂടിയാണ്. 6061 അലൂമിനിയം സൈക്കിളാണ്. നമ്മൾ അലൂമിനിയം സൈക്കിൾ മേടിച്ചാലുള്ള ഗുണമാണ് എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ ഫ്രെയിം നമുക്ക് ബാക്കിയായിട്ട് കിട്ടും. ഫ്രെയിമിന് ഒരിക്കലും തുരുമ്പോ തേയ്മാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അലൂമിനിയം സൈക്കിളാണെങ്കിൽ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും റോഡ് ബൈക്ക് നമുക്ക് ഏതൊരു റോഡിൽ ഓടിക്കാൻ പറ്റുമെന്നുള്ളത്. പിന്നെ ഇങ്ങനത്തെ റോഡ് തന്നെ ഓടിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള റോഡ് ബൈക്ക് ഉണ്ട് കേട്ടോ. അതിന് ഗ്രാവൽ ബൈക്ക് എന്നാണ് പറയുക. ഇത് പക്ഷേ കുറച്ചുകൂടി കോസ്റ്റ്ലിയാണ്. ഈ ടെമ്പോ 3.0 പറഞ്ഞ മോഡലിൽ ഇപ്പോൾ ഏകദേശം ഒരു 40,000 ആ റേഞ്ചൊക്കെ പ്രൈസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ടെമ്പോ 3.0 38,000 രൂപയായിരുന്നു അന്നത്തെ വില. ഇപ്പോൾ ഈ വണ്ടിക്ക് എത്ര വില എന്ന് എനിക്കറിയില്ല. ടെമ്പോ 3.0 ഒന്നും ഇപ്പോൾ വരുന്നില്ല എന്നാണ് തോന്നുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ സർവീസ് വേണ്ടവരൊക്കെ ബുക്ക് ചെയ്യുക. പെട്ടെന്ന് തന്നെ വണ്ടി തരാൻ ശ്രമിക്കാം. റണ്ണിങ് കണ്ടീഷൻ ആയിട്ടുള്ള സൈക്കിളിലാണ് നിങ്ങൾ സർവീസിന് തരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ സർവീസ് ചെയ്ത് തരും. റണ്ണിങ് കണ്ടീഷൻ അല്ലാത്ത സൈക്കിളിന് നമ്മൾ ഡേറ്റ് തരും. ആ ഡേറ്റിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ സ്പെയറുകളൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ സൈക്കിൾ ഉപയോഗിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. കാരണം ഹബ്ബ് ഒക്കെ പോയി കഴിഞ്ഞാൽ വളരെ 32 സ്പോക്സ് ഡിസ്ക് ബ്രേക്ക് വരുന്ന ഹബ്ബൊന്നും ഇപ്പോൾ കിട്ടാനേ ഇല്ല. എൻ്റെ അടുത്ത് ഇപ്പോൾ 2 സൈക്കിൾ തന്നെ സാധനം കിട്ടാനായിട്ട് വെറുതെ കിടക്കുന്നുണ്ട് വീട്ടിൽ. അപ്പോൾ സർവീസിൻ്റെ കാര്യം മറക്കണ്ട. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് ബുക്ക് ചെയ്താൽ മതി. കോഴിക്കോടിൻ്റെ പുറത്തുള്ള ആൾക്കാരൊന്നും ഇപ്പോൾ സർവീസിന് എനിക്ക് തരണ്ട. കാരണം ഔട്ട്സൈഡ് കോഴിക്കോട് ജില്ല നമുക്കിപ്പോൾ നിലവിൽ സർവീസ് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഭാവിയിലേക്ക് നമുക്ക് ട്രൈ ചെയ്യാം. ഇപ്പം എന്താ വെച്ചാൽ ഒന്നാമത് സൈക്കിള് സെയിലും നടക്കുന്നില്ല. സൈക്കിള് പുതിയ സ്റ്റോക്കൊന്നും വരുന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നി സർവീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന്. സർവീസിന് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പ്രോപ്പർ സർവീസ് കിട്ടാതെ ബുദ്ധിമുട്ടാവുന്നുണ്ട്. കുറേ ആൾക്കാർ സൈക്കിള് വീട്ടിൽ വെറുതെ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ താഴെ കൊടുത്ത ലിങ്കിൽ കയറിയിട്ട് സർവീസ് ബുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. റോഡ് ബൈക്ക് ഏത് റോഡിനും ഓടിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പം വീണ്ടും സന്ധിക്കും വരെ വണക്കം. ബൈ.